ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പുതിയൊരു എംബ്രോയ്ഡറി ഡിസൈൻ നോക്കാവേ. ഞാൻ അതിനായിട്ട് പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊരു കുഷ്യൻ കവറിനായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പില്ലോ കവറിലോ ബെഡ്ഷീറ്റിലോ അതുപോലെ തന്നെ ചുരിദാർ ഡിസൈനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൽ ഞാൻ ഒരു ഗ്രീൻ കളർ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ആ ഒരു സ്മോൾ ബ്രാഞ്ചിൻ്റെ അവിടെയാണെങ്കിൽ 2 strands ആണ് യൂസ് ചെയ്യുന്നത്. 2 strands വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് ആ ഭാഗമെല്ലാം ഫില്ല് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗത്തായിട്ട് ഒരു ഫ്ലവർ പോലെ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ താഴോട്ട് ഉള്ള ആ ഒരു ബ്രാഞ്ചിൻ്റെ ഭാഗത്ത് സ്റ്റെം സ്റ്റിച്ചും ചെയ്യുന്നുണ്ട്. എല്ലാം ഒരേ കളറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാവേ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റിച്ചിങ് പോലും അറിയത്തില്ലാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും എളുപ്പമുള്ള ഒരു ടൈപ്പ് മോഡലാണ്. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ബേബി ഫ്രോക്കിൽ ചെയ്യുന്ന ഡിസൈൻസ്, അതുപോലെ ചുരിദാർ നെക്ക് ഡിസൈൻസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ 5 പെറ്റൽസ് വീതം വരുന്ന ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 6 strandsൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പാറ്റേണിൻ്റെ ബ്രാഞ്ചിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 4 strands എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഹീറ്റ് എറേസബിൾ പെന്നാണ്. ഇതിൽ നമുക്കിഷ്ടമുള്ള ടൈപ്പ് ഇമേജ് വരയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ആ ഒരു ആവശ്യം കഴിഞ്ഞ് നമുക്കത് എപ്പോഴേലും മായ്ക്കണമെന്ന് തോന്നിയാൽ ജസ്റ്റ് അയൺ ബോക്സ് കൊണ്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോകും. ഇതാണ് ഈ ഡിസൈൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.